ശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ദൈവമഹത്വം ദർശിക്കുന്നത്. ശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നത് എന്ന് ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഇന്ന് സഭ പഠിപ്പിക്കുക. പരിശുദ്ധനായ യോഹന്നാൻ സുവിശേഷകന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ കണ്ടത് ഇതാണ്. ഏറ്റവും അവസാനത്തെ ഭാഗത്ത് വരുമ്പോൾ 11-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് അവിടുന്ന് നടത്തിയ ആദ്യത്തെ അത്ഭുതം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇത് വെളിപ്പെടണം. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും വെളിപ്പെടുന്ന അനുഭവമായി ഈ 8 നോമ്പിൻ്റെ 1-ാം ദിവസം തന്നെ മാറ്റപ്പെടണം. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ദൈവം സർവശക്തനാണെന്ന് തിരിച്ചറിയണം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 37-ാമത്തെ വാക്യം അതിന് അടിവരയിട്ടുകൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം സ്പഷ്ടമാണ്: നീ മഹത്വം കാണാതെ പോവുകയില്ല. ദൈവത്തിൻ്റെ മഹത്വം നീ ദർശിക്കാതെ പോവുകയില്ല. ദൈവത്തിൽ നീ ശരണം വയ്ക്കുകയും ദൈവത്തിൽ മാത്രം നീ ആശ്രയിക്കുകയും ചെയ്താൽ ദൈവം നിന്നെ കൈവിടുകയില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് പരിശുദ്ധ കന്യക മറിയം. ദൈവത്തിലല്ലാതെ മറ്റാരിലും പരിശുദ്ധ മാതാവ് സങ്കേതം പ്രാപിച്ചില്ല, അഭയം പ്രാപിച്ചില്ല. അവൾ എപ്പോഴും രാവും പകലും ദൈവത്തെ മാത്രം ആരാധിക്കുന്നവളായി, ദൈവത്തെ മാത്രം മഹത്വപ്പെടുന്നവളായി രാപകൽ ജീവിച്ചു. രാപകൽ ദൈവത്തെ ധ്യാനിച്ചു. രാപകൽ ദൈവത്തിൽ അവൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. അങ്ങനെ അവൾ എല്ലാറ്റിൻ്റെയും നാഥനായ ദൈവത്തെ പരസ്യമായി ആരാധിക്കാൻ തക്ക വിധം നിഷ്കളങ്ക മനസ്സോടെ ദാസ്യഭാവം സ്വീകരിച്ചു. നിഷ്കളങ്ക ഹൃദയത്തോടെ ദാസ്യഭാവം സ്വീകരിച്ചു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 38-ാമത്തെ തിരുവചനമാണ്: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ. ദൈവത്തിന്റെ മഹത്വം നിന്നിൽ ദർശനമാകണമെങ്കിൽ, ദർശിക്കണമെങ്കിൽ നീ ഏറ്റവും എളിമയുള്ളവരായി മാറണം, എളിമയുള്ളവളായി മാറണം. ദൈവത്തിന്റെ മഹത്വം കടന്നു വരുന്നത് നിന്റെ ദാസ്യഭാവത്തിലേക്കാണ്. നീ നിസാരനാണ്, നിസാരക്കാരിയാണെന്നുള്ള ബോധ്യത്തിലേക്കാണ് ദൈവം നിന്നിൽ ഇടപെടുകയുള്ളൂ. നിനക്ക് യുക്തിയും ബുദ്ധിയും കാർക്കശ്യഭാവവും കാര്യങ്ങളെ തീരുമാനിക്കാനുള്ള വിവേകവും ഒക്കെ ഉണ്ട് എന്ന് ധരിക്കുന്ന സമയത്തും ദൈവത്തിനാണ് എൻ്റെ മേൽ ആധികാരികമായ സ്വാധീനമെന്ന് തിരിച്ചറിയാനുള്ള എളിമ നിനക്കുണ്ടെങ്കിൽ അത്യുന്നതന്റെ മറയിൽ വസിക്കുന്നവൻ ദൈവത്തിന് നിലയിൽ മഹത്വപ്പെടുത്തുന്നുള്ള രഹസ്യത്തിൻ്റെ പ്രാഭവം മനസ്സിലാക്കും. 91-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യമാണ്: അവൻ്റെ മഹത്വം നീ ദർശിക്കണം. ശക്തനായവൻ വലിയ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് നിനക്കപ്പോൾ തിരിച്ചറിവുണ്ടാകും. 1:46-45 തൊട്ട് നമ്മൾ വായിച്ചു തുടങ്ങുമ്പോഴേക്കും ഹൃദയം തുടിക്കണം. ശക്തനായവൻ വലിയ കാര്യങ്ങൾ എന്നിൽ പ്രവർത്തിക്കുന്നത് നിന്റെ കുടുംബത്തിൽ നീ അനുഭവിക്കുക, നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ നീ അനുഭവിക്കുക, നിങ്ങളുടെ മക്കളോടും കൂടിയുള്ള കുടുംബ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് നീ തിരിച്ചറിയും. അതുകൊണ്ട് അന്നയുടെയും യോവാക്യമിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൽ ദൈവം കൊടുത്ത മറിയം എന്ന പെൺകുട്ടി ആ കുടുംബത്തിന് അലങ്കാരമായി മാറി. എന്തുകൊണ്ട്? ദാസ്യഭാവം സ്വീകരിക്കാൻ അവളുടെ എല്ലാ ചിന്തകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. അവളിൽ ദൈവം ഒരു പദ്ധതി ഒരുക്കുന്നുണ്ടെന്ന്, അവളുടെ കുടുംബജീവിതം ധന്യമായി മാറുമെന്നുള്ള രഹസ്യം ഗബ്രിയേൽ ദൂതനിലൂടെ ലഭിക്കുന്ന സമയത്ത് അവൾ ആശ്ചര്യപൂർവ്വം അത്ഭുതപ്പെടുകയാണ്. ഇത് എങ്ങനെ സംഭവിക്കും? എന്നിൽ നിന്നാണോ ദൈവമേ നീ വലിയ അത്ഭുതത്തിന് തുടക്കം കുറിക്കുന്നത്? എന്നിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ? അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ? ഞാൻ അപ്രാപ്യല്ലേ? ഞാൻ തീർത്തും യോഗ്യതയില്ലാത്തവളല്ലേ എന്നവൾ പറയുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന ദൂതൻ വഴി നൽകുകയാണ്. ആ വലിയ ദൂത് ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് മുതൽ 8 ദിനങ്ങൾ പ്രാർത്ഥനാപൂർവം ധ്യാനപൂർവം നമുക്ക് ഈ ദിവസങ്ങളെ ചെലവഴിക്കാം. ദൈവം അത്ഭുതകരമായി ഈ ദിവസങ്ങളുടെ മേൽ അഭിഷേകം ചൊരിയട്ടെ. നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തട്ടെ, നവീകരിക്കട്ടെ. നമ്മുടെ ചിന്തകളിലെല്ലാം എളിമയെന്ന പുണ്യം കൊണ്ട് നവീകരിക്കട്ടെ. അങ്ങനെ അമ്മയെപ്പോലെ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയ്ക്കുണ്ടായിരുന്ന
ആ വലിയ ലാളിത്യത്തിൻ്റെ അനുഭവം, ഹൃദയത്തിൻ്റെ വിശുദ്ധി, ആ പരിമളം നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് വീശട്ടെ. ആത്മീയമായ ഉണർവ് നൽകാൻ എന്ന് ബലിപീഠത്തിനോടടുത്ത് നിന്ന് ബലിയർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മീയ അനുഭൂതിയിലേക്ക്, ഊഷ്മളതയിലേക്ക് വളരാൻ ദൈവം നമ്മെ ശക്തമാക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.